ജോസഫ് ജോൺ സാറിന്റെ ശേഷം സോ ഗുഡ് ഈവനിങ്. വളരെ സന്തോഷം. പാട്ടുവിശേഷത്തിലേക്ക് മ്യൂസിക് തെറാപ്പിയുടെ 118ാമത്തെ സെഷനാണ്. ഇന്ന് ഏറ്റവും അനുഗ്രഹീതനായ ഒരു വ്യക്തിയാണ് നമ്മൾ ഓർക്കാൻ പോകുന്നത്. നാളെയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണ ദിനം. വയലാർ രാമവർമ്മ, മനോഹരമായ അനേകം പാട്ടുകളുടെ സൃഷ്ടികർത്താവ് നമുക്ക് പറയാം. സോ ഇന്ന് നമ്മളെ നയിക്കാൻ ജോസഫ് സാറുണ്ട്, മനോജ് സാറുണ്ട്, അതുപോലെ തന്നെ ഷീലാമാമുണ്ട്, എല്ലാവരുമുണ്ട്. സോ എല്ലാവരോടും കൂടി ചേർന്ന് നമുക്ക് നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പാട്ടുകളിലൂടെ ഒരു നല്ല സ്മരണ വയലാറിന് കൊടുക്കാം. സോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജോസഫ് ജോൺ സാറിനെ. ജോസഫ് സാർ, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിൻ്റെ സാരഥി സാബു കേരളം സാറിനും സന്നിഹിതരായിരിക്കുന്ന പാട്ടിനെ സ്നേഹിക്കുന്ന സഹൃദയർക്കും ഒക്കെ സ്വാഗതം, നന്ദി. നമുക്ക് ആരംഭിക്കാം. വയലാർ. ആരാണ് വയലാർ? എന്താണ് വയലാർ? വയലാർ എന്ന് അടിച്ചു കൊടുത്താൽ വയലാർ രാമവർമ്മയാണ് വരിക. വയലാർ ആലപ്പുഴ ജില്ലയിലെ ഒരു ഗ്രാമമാണ് അല്ലേ? നമുക്കറിയാം. കേരളത്തിലെ ചരിത്രമുറങ്ങുന്ന ഒരു ഗ്രാമമാണ് വയലാർ. പുന്നപ്ര വയലാർ സമരവും ഇതിൻ്റെയൊക്കെ കാലത്താണ് വയലാർ രാമവർമ്മ എന്ന കവി വളർന്നു വന്നത്. അതിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മലയാള ചലച്ചിത്ര രംഗത്തെ ജീനിയസ് ആണ് വയലാർ രാമവർമ്മ എന്ന് പറയാം. ആരാണ് ഒരു ജീനിയസ് എന്ന് പറയുക? അസാമാന്യമായ ദിഷണാപാഠവുമുള്ള ആൾ. അതായിരുന്നു വയലാർ. ഒരു ജീനിയസ് തന്നെയായിരുന്നു. വയലാറിനെ എങ്ങനെ നമുക്ക് വാക്കുകളിൽ ഒതുക്കാൻ പറ്റും? കുരുടൻ ആനയെ കണ്ട് പറയുന്നത് പോലെ ആയിപ്പോകും. അതുകൊണ്ട് അതിനൊരു സാഹസമാണ് വയലാറിനെ വിവരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നു. വയലാർ ആ ഒരു ദേശത്തിന്റെ പേര് അദ്ദേഹം സ്വന്തമാക്കി. ലോകം മുഴുവൻ ഇപ്പോൾ വയലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലാർ രാമവർമ്മയാണ് ഓർമ്മിക്കപ്പെടുക. എന്തുകൊണ്ടാണ് വയലാർ ഇന്നും സ്മരിക്കപ്പെടുന്നത്? എത്രയോ കവികൾ നമ്മളെ സ്വാധീനിച്ച് കടന്നുപോയി അല്ലേ? പക്ഷെ ഇന്നും കാലത്തിനപ്പുറവും കാലത്തിനൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു വയലാർ. അത്രയ്ക്ക് മനുഷ്യ മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടി വയലാറിൻ്റെ ഗാനങ്ങൾ അല്ലേ? അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞിട്ട് അരനൂറ്റാണ്ടായി. 50 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നതോ അരനൂറ്റാണ്ട് പോലും ജീവിച്ചിരുന്നില്ല. 47 വർഷങ്ങൾ മാത്രം അല്ലേ? 1975 ഒക്ടോബർ 27 അതിൻ്റെ വാർഷികം നാളെയാണ്. ആ കരിദിനം കവർന്നെടുത്തത് വയലാർ രാമവർമ്മ എന്നൊരു മനുഷ്യന് മാത്രമായിരുന്നില്ല. മലയാള ഭാഷയുടെ കൈരളിയുടെ കാവ്യ നഭസിൽ വിരാജിച്ചിരുന്ന ഒരു സർഗ നക്ഷത്രത്തെയായിരുന്നു കവർന്നെടുത്തത്. വലിയ നഷ്ടം തന്നെ അല്ലേ? നമുക്ക് അത് ഓർക്കുമ്പോൾ ഇന്നും വിഷമം തോന്നുകയാണ്. ഇത്ര പെട്ടെന്ന് കടന്നു പോകണമായിരുന്നു വയലാർ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുകയാണ്. വയലാറിനെ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ നൽകിയ അനുഭൂതിയും വശ്യതയും കാൽപ്പനികതയും ഒക്കെയായിരുന്നു. അദ്ദേഹം ഗാനരചനാ രംഗത്തേക്ക് കടന്നുകൊണ്ടത് കവി എന്നുള്ളൊരു നിലയിൽ ചിരപ്രതിഷ്ഠ നേടിയതിനു ശേഷമാണ്. കവിതയിൽ പ്രാവീണ്യം, കവിതാരചനയിൽ പ്രാവീണ്യം നേടിയതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രത്യേകത എന്താണ്? അദ്ദേഹം രചിച്ച ഗാനങ്ങളിൽ കവിതയുടെ മാസ്മരികത വിളക്കിച്ചേർക്കാൻ അദ്ദേഹത്തിന് അനായാസം സാധിച്ചു എന്നുള്ളതാണ്. കവിതയുടെ അനുഭൂതി നമുക്ക് ഗാനങ്ങളിൽ കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും. പകരം വെക്കാനില്ലാത്ത കവിതാ രചനാ പാഠവും തൻ്റെ ഗാനങ്ങളിൽ അതൊക്കെ അദ്ദേഹം സന്നിവേശിപ്പിച്ചു എന്നുള്ളതാണ് നമ്മളെ വയലാറിനെ മറക്കാൻ പറ്റാത്ത ഒരു കവിയായിട്ട് മാറ്റിയത്. മലയാളി മനസ്സിനെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അത് അദ്ദേഹം വരച്ചു കാണും.
അല്ലേ? മലയാളി മനസ്സിനെ ഇത്ര മനോഹരമായി വായിച്ചെടുത്ത് പകർത്തിയ കവി വേറെ ഇല്ല എന്ന് പറയാം. പലരും പറയാൻ മടിച്ച സത്യങ്ങൾ വിളിച്ചു പറയുമായിരുന്നു അദ്ദേഹം. താൻ ആരോടൊപ്പമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്താണ്? സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അങ്ങനെയുള്ള ഒരു തത്വശാസ്ത്രത്തെയും ഞാൻ അംഗീകരിക്കില്ല, സ്നേഹിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു വയലാർ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. അതൊക്കെ വയലാറിന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, അല്ലേ? മനസ്സിലുണ്ട്, പക്ഷെ എഴുതി വയ്ക്കാൻ വയലാറിനെ സാധിക്കും. മനുഷ്യൻ, നമ്മളാ പാട്ടിന് പാടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സമയം കളയുന്നു. അതുപോലെ എത്ര ഗാനങ്ങൾ. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന, മതത്തിന്റെ പേരിൽ സ്പർദ്ധയും വിദ്വേഷവും പരത്തുന്നവരോട് അദ്ദേഹം പറയുന്നു, ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനും ഒന്നുമല്ല. ഈശ്വരൻ കുടികൊള്ളുന്നത് എവിടെയാണ്? ഈശ്വരൻ സ്നേഹമാണ്. അതാണ് അദ്ദേഹം സ്നേഹത്തിന്റെ പക്ഷത്ത് ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്നത്. ഈശ്വരൻ സ്നേഹമാണ്, അതിലപ്പുറം അല്ല എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അനീതിക്കെതിരെയും അസമത്വങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും അദ്ദേഹം പടവാൾ ഉയർത്തി. തൻ്റെ തൂലിക എന്ന പടവാളാണ് ഉയർത്തിയത്, അല്ലേ? എത്രയെത്ര ഗാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതൊക്കെ കാണുന്നു. എത്ര കൃത്യമാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ. അത് ആ ഗാനങ്ങളിലൂടെ നമുക്ക് കാണാം, കവിതയിലൂടെ കാണാം. ആയിഷ എന്ന കവിത, ഖണ്ഡകാവ്യം, അല്ലേ? അത് എത്ര മനോഹരമായിട്ടൊരു ഒരു ഒരു ആവിഷ്കാരമാണ്, ഒരു നാടകമാണോ? നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു ആ ആയിഷയും ഒക്കെ. അദ്രുമാനും ഒക്കെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്, അല്ലേ? ആയിഷ വായിക്കണം. തൻ്റെ രചനകളിൽ നിലപാടിന്റെ കയ്യൊപ്പ് ചാർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. മനുഷ്യപക്ഷത്ത് നിന്ന കവി. ആ ഒരു നിലപാടാണ് മലയാള മനസ്സിൽ അദ്ദേഹത്തിന് ഇത്ര എന്താണ് ചിരപ്രതിഷ്ഠ നേടാൻ ഇടയാക്കിയത്. കാൽപ്പനികത എന്ന് പറയുമ്പോൾ ഭാവന എവിടെയൊക്കെയാണ് പോവുക? വയലാറിന്റെ ഭാവന എവിടെയൊക്കെ പോകുന്നു? യമുനസുന്ദരി, അറബിക്കടല്, എല്ലായിടത്തും അറബി പെൺകൊടി, അഴകിൻ പൂങ്കൊടി, അല്ലേ? അങ്ങനെ എത്രയോ സ്ഥലത്തുകൾ സഞ്ചരിച്ച് നമ്മളെ അവിടെയൊക്കെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് വയലാർ. അല്ലെങ്കിൽ അവരെയൊക്കെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ട് കാടുക, അതാ കണ്ടോളൂ എന്ന് പറഞ്ഞ് വരച്ചു കാട്ടുകയാണ് വയലാർ. എത്ര മനോഹരം! യവനസുന്ദരി സ്വീകരിക്കുരി പവിഴമല്ലിക പൂക്കൾ. അപ്പോൾ മറുപടി എന്താ? ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസിരുന്നവളാണ് ഞാൻ. എത്ര മനോഹരമായ വരികൾ, രചനകൾ. സ്വപ്നങ്ങളെ നിങ്ങൾ ജ്യോതികുമാർ സാർ എപ്പോഴും പാടാറുള്ള പാട്ടാണ്. ഞാനത് സാറിന് കണ്ടപ്പോൾ ഓർത്തു പോവുകയാണ്, അല്ലേ? നമ്മുടെ മനസ്സിൽ പതിഞ്ഞ പാട്ടുകൾ, അതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന പാട്ടുകൾ. റംസാനിലെ ചന്ദ്രികയോ, അറബി പെൺകൊടി, അത് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ന് കഴിഞ്ഞ വയലാറിന്റെ ആദ്യത്തെ പാട്ട് ഏതാണെന്ന് ഇങ്ങനെ പരിശോധിച്ചപ്പോ നമുക്കറിയാവുന്നതാണ്. ഏതാണെന്ന് ആർക്കെങ്കിലും പറയാമോ? കൂടപ്പുറപ്പ് എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയത് 1956 സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പാട്ടാണ്. മറ്റേത് നാടകഗാനമാണല്ലോ. കെ രാഘവൻ സംഗീതം നൽകിയ, ശാന്ത പി നായർ പാടിയ പാട്ടാണ്. തുമ്പി തുമ്പി വാവാ, ഈ തുമ്പത്തണലിൽ വാവാ, തുമ്പത്തണലിൽ വാവാ, പട്ടുറുമാലും കെട്ടി ഒരു പച്ചക്കമ്പിളി ചുറ്റി, എത്ര നാളുകൾ, എത്ര നാടുകൾ, എത്ര കാടുകൾ, ഇത്ര നാളും കണ്ടു, തുമ്പി തുമ്പി വാവാ. എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. കൊച്ചി കോട്ടകൾ കണ്ടോ? തുമ്പിയോട് ചോദിക്കുക. അപ്പൊ അവിടെ ഒരു കുട്ടിയായി മാറുകയാണ്. നമുക്കറിയാം, വയലാറിന്റെ അച്ഛൻ വയലാറിന്റെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചുപോയില്ലേ? എനിക്ക് ഈ പാട്ട് വായിച്ചു കേട്ടപ്പോൾ, ഞാനിതിലൂടെ ഒന്ന് പോയപ്പോൾ അച്ഛനെ കുറിച്ച് ഓർമ്മയാണ് വയലാർ ഇതിൽ കാണിക്കുന്നത്, വരച്ചു കാട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കൊച്ചിക്കോട്ടകൾ കണ്ടോ? ഒരു കൊച്ചെറണാകുളം കണ്ടോ? കാഴ്ചകൾ കണ്ടു നടന്നപ്പോൾ
എൻ്റെ അച്ഛനെ അവിടെ കണ്ടോ. നോക്കൂ, തുമ്പിയോട് ചോദിക്കുക, കാഴ്ചകൾ കണ്ടു നടന്നപ്പോൾ എൻ്റെ അച്ഛനെ അവിടെ കണ്ടു. തുമ്പി തുമ്പി വാവ. പീലിച്ചുരുൾ മുടി ചീകി ഒരു നീല കണ്ണട ചൂടി അയച്ച് നടക്കുന്നത് കൊച്ചെലിവാലൻ മീശയുമായി എൻ്റെ അച്ഛനെ അവിടെ കണ്ടോ. തുമ്പിയോട് ചോദിക്കുക. കരള് പുകഞ്ഞിട്ടമ്മ എൻ കവിളിൽ നൽകിയ ഒരു ഉമ്മ, കരുവാളിച്ചൊരു മറുകുണ്ടാക്കിയ കാര്യം ഇതറിഞ്ഞ് അച്ഛൻ അറിഞ്ഞോ. അച്ഛനവിടെ അപ്പോൾ കുഞ്ഞു മനസ്സിന്റെ ആ ഒരു വിഹ്വലതകൾ, ആ കുഞ്ഞു മനസ്സിന്റെ ആവിഷ്കാരം, അല്ലെ, നിഷ്കളങ്കമായ ആവിഷ്കാരം. ഒത്തിരി നാളായി ചുണ്ടിൽ ഒരു കിക്കിളിയുമ്മയുമായി അമ്മ കരഞ്ഞിട്ട് അച്ഛനെ നോക്കി കണ്ണു നിറഞ്ഞു തുമ്പി. തുമ്പിയോട് പറയാ, അച്ഛനെ നോക്കി ഇങ്ങനെ കാത്തിരുന്ന് അമ്മയുടെ കണ്ണു നിറഞ്ഞു തുമ്പി. പച്ചക്കുതിരയിലേറി എന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛനെ ഇനി കൊണ്ടുവരാമോന്നാ ചോദിക്കുക. എങ്ങനെ? പച്ചക്കുതിരയിലേറി എന്നെ അച്ഛൻ ഉറങ്ങണ തൊട്ടിൽ, അച്ഛനൊരു തൊട്ടിൽ ഉറങ്ങുമായിരിക്കും, ആ തൊട്ടിൽ കൊണ്ടുവരാമോ കാലിൽ തൂക്കി, കൊണ്ടുവരാമോ തുമ്പി, കൊണ്ടുവരാമോ കാലിൽ തുമ്പി. കല്ലെടുക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അച്ഛൻ ഉറങ്ങുന്ന തൊട്ടിലുമായിട്ട് കൊണ്ടുവരാമോ. സോ ആദ്യത്തെ പാട്ടാണെന്ന് ഓർക്കണം, ആദ്യ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പാട്ട്. നാടകഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഞാനൊന്ന് ഇപ്പോൾ ശരിക്കും നമ്മളെ വികാര ഭരിതരാക്കി, അല്ലേ, അച്ഛനെ ഓർക്കുന്നു. അപ്പോൾ അച്ഛൻ, നമുക്കറിയാം അച്ഛനെ എത്രമാത്രം അദ്ദേഹം സ്നേഹിച്ചിരുന്നു. അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ പല മക്കളും കരുതുന്നുണ്ടോ? ഇന്നത്തെ ലോകത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. അപ്പോൾ ഓരോരുത്തരും ഉള്ളപ്പോഴാണ് ആ വില മനസ്സിലാക്കേണ്ടത്, ഒഴിഞ്ഞ കസേര കാണുമ്പോഴല്ല. ഇതൊക്കെ നമ്മൾ ഓർക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിപ്പിക്കാൻ ഈ ഒരു കവിത ഇടയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എത്ര ഗാനങ്ങളാണ്, ഒത്തിരി ഒത്തിരി ഗാനങ്ങൾ, ഒന്നും മാറ്റിവെക്കാനില്ല. എൻ്റെ അദ്ദേഹത്തിൻ്റെ വയലാറിൻ്റെ സമ്പൂർണ്ണ കൃതികളുണ്ട്. അതിലെ പാട്ടുകൾ ഓരോന്നും നോക്കുമ്പോൾ എന്താണ്, നമ്മൾ വേറൊരു ലോകത്തേക്ക് പോവുകയാണ് വയലാർ. അതുകൊണ്ടാണ് വയലാർ ഇപ്പോഴും കാലത്തിനൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുക, അല്ലേ. അദ്ദേഹത്തിന്, വയലാറിന് മരണമില്ല. കാളിദാസന്റെ കവിതകൾ, അതൊക്കെ, അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ചില ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് ചെന്ന് മൊത്തം പൗരങ്ങളും പെറുക്കിയെടുത്തുകൊണ്ട് മലയാളിക്ക് സമ്മാനിച്ച വയലാർ 47 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച് ഇനിയൊരു ജന്മം തരുമോ, അല്ലേ. എനിക്കിനിയൊരു ജന്മം കൂടി ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ. അങ്ങനെ ഒരു ഇന്ദ്രധനുസിന്റെ തൂവൽ നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ഇട്ടിട്ടാണ് വയലാർ പോയിരിക്കുന്നത്. ആ തൂവലിന്റെ സൗന്ദര്യം, സൗകുമാര്യം, അനുഭൂതിയും ഒക്കെ നുകർന്നുകൊണ്ട് തന്നെ ജീവിക്കുവാൻ നമ്മളെ സഹായിച്ച ആ മഹാനുഭാവന്റെ മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞാലും തീരില്ല വയലാറിനെ കുറിച്ച്. അതുകൊണ്ട് ഈ ഒരു ആമുഖം ആയിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. താങ്ക് യു. മനോജ് സാറ്. താങ്ക് യു ജോസഫ് ജോൺ സാർ. ജോൺ സാർ പറഞ്ഞതിന് മേലെ ഇനി വയലാറിനെ കുറിച്ച് എന്തു പറയാനാണ്? അദ്ദേഹം ഇവിടെ പറഞ്ഞ വാക്കുകളെല്ലാം ശരിക്കും വയലാറിനെ അറിയാവുന്ന മലയാളികൾക്ക് അറിയാവുന്ന വയലാറിനെയാണ് പ്രിയ ജോസഫ് ജോൺ സാർ പറഞ്ഞത്. ശരിക്കും വയലാർ എന്ന് കേട്ടുകഴിഞ്ഞാൽ തന്നെ മലയാളികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹൃദയത്തിൽ നിന്നാണ് വയലാറിനെ കുറിച്ച് പറയാനുള്ളത്. കാര്യം എത്രമാത്രം ആണ്
ഈ ജീവിക്കുന്ന അദ്ദേഹം മരിച്ചു പോയിട്ട് 1975 അദ്ദേഹത്തിൻ്റെ ഇത് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്ന കവിയാണ്. വയലാർ മരിച്ചു പോയിട്ടുണ്ടോ എന്ന് ആരും കരുതുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം പാട്ടുകളാണ്. ദിവസം ഒരു പാട്ടെങ്കിലും വയലാർ എഴുതിയത് നമ്മൾ കേൾക്കുന്ന പോലാണ് എനിക്ക് തോന്നുന്നത്. പാട്ടിനെ സ്നേഹിക്കുന്ന, കവിതയെ സ്നേഹിക്കുന്ന എല്ലാവരും. പ്രത്യേകിച്ചും എന്താണ് 1956 മുതൽ 75 വരെ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം, സുവർണ കാലഘട്ടമായിരുന്നു. മലയാള സിനിമയിൽ കാലഹരണപ്പെട്ട ഒരു 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 ചരിത്രമായിരുന്നു അത്. അത്രമാത്രം മനോഹരമായിരുന്നു മലയാള സിനിമയിലുണ്ടായ സിനിമാ ഗാനങ്ങൾ. വയലാർ, ദേവരാജൻ, യേശുദാസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം, നമ്മളൊക്കെ ഇന്നും കേൾക്കുന്ന ഗാനങ്ങൾ അതൊക്കെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ ആലപ്പുഴയിലെ ഈ വയലാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടനാടിൻ്റെ ഒരു പ്രകൃതി, കുട്ടനാട്ടിലെ മനുഷ്യരുടെ വികാരങ്ങളൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രകൃതി ഭംഗിയിൽ കൂടി കിട്ടിയ വരികളാണ് നമ്മൾക്കൊക്കെ കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗാനരചയിതാവാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളും അപ്പുറമായിരുന്നു ശരിക്കും പറഞ്ഞാൽ വയലാർ. അദ്ദേഹം സൃഷ്ടിച്ചത് ഒരു ശരിക്കും പറഞ്ഞാൽ ഇന്നും ഇപ്പം മലയാള സിനിമയുടെ അല്ലെങ്കിൽ മലയാള സംഗീതത്തിൻ്റെ ഒരു ശാഖയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാനായിട്ട് ഇന്നും ഒന്നുമില്ല. അതങ്ങനെ നിൽക്കുകയാണ്. ബാക്കി വന്നൊക്കെ അതിൻ്റെ അതിനോട് വട്ടമൊക്കെ ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിന് ശേഷം വന്ന കാര്യങ്ങൾ കൂടി വന്ന ഒരു മലയാള സിനിമാ ശാഖ മാത്രമായിരുന്നു. അന്നൊക്കെ മലയാള സിനിമയ്ക്ക് സംഗീതമില്ലാതെ സിനിമ ഉണ്ടാക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഒരു പ്രൊഡ്യൂസർക്കും കഴിഞ്ഞില്ല. ഒരു സംവിധായകനും വയലാറിനെയോ ദേവരാജനെയോ ഒക്കെ മാറ്റി നിർത്തി സിനിമ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം പറ്റുമായിരിക്കും. ഇപ്പോൾ കാലഘട്ടം മാറി, കാലഘട്ടത്തിനനുസരിച്ച് സിനിമയൊക്കെ മതി. പക്ഷേ അത് 1956 മുതൽ 1975 വരെ അദ്ദേഹം എഴുതിയത് 1300ഓളം പാട്ടുകളാണ്. ചില്ലറ കാര്യമല്ല അത്. ഒരാൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. 1300 ഗാനങ്ങൾ എഴുതണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവന. അപ്പോൾ അന്നത്തെ സിനിമാ സംവിധായകരൊക്കെ പറയുമ്പോൾ നിമിഷം കൊണ്ട് വയലാറിന് മാത്രമേ കവിതകൾ എഴുതാൻ പറ്റൂ. സിനിമയുടെ സിറ്റുവേഷൻ പറഞ്ഞാൽ നിമിഷങ്ങൾ കൊണ്ട് വയലാർ കവിത എഴുതുമായിരുന്നു. അത്രമാത്രം എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാവനയാണ് അപ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ടത്. അതാണ് ഇന്നും അംഗീകരിക്കുന്നത്. അതാണ് ഇന്നും ശരിക്കും മാറ്റിനി ഫ്രീ ബിന്നാർ പോലുള്ള ഈ പ്ലാറ്റ്ഫോമിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് ഓർക്കാനും സംസാരിക്കാനും. ജോസഫ് ജോൺ സാർ പറഞ്ഞ എല്ലാ വാക്കുകളും അക്ഷരാർത്ഥത്തിൽ എത്രയോ ശരിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ മലയാള സിനിമയിലെ ഗാനങ്ങൾ പോലും ഇത്രമാത്രം ഒരു 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 പ്രാഭാവികതയിലേക്ക് വരുമെന്ന് പോലും എനിക്ക് ഒരു സംശയമാണ് ഇപ്പോൾ തോന്നുന്നത്. അതായിരുന്നു വയലാർ. കൂട്ടത്തിൽ പറഞ്ഞ ദേവരാജനൊക്കെ വന്നപ്പോൾ നമുക്ക് കിട്ടിയത് എന്നും ഇന്നും ഒക്കെ ഓർക്കാനുള്ള കുറേ ഗാനങ്ങളാണ്. ഈ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു ശരിക്കും നമ്മളൊരു പാട്ട് കേട്ടു അതങ്ങനെ അങ്ങ് വിട്ട് കളയുന്ന ഒരു ഗാനങ്ങളല്ല അത്. നമ്മളെയൊക്കെ എപ്പോഴും ആ പാട്ടിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് വീണ്ടും വീണ്ടും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലാണ് ആ പാട്ട് ഇപ്പോഴും. വയലാർ ജീവിക്കുന്നത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ജീവിക്കുന്ന പോലെ വയലാർ ജീവിക്കുന്ന ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ തന്നെയാണ്. ഞാനിപ്പോൾ പറഞ്ഞു കേട്ടു, ഷീല മാഡം ഒക്കെ പറഞ്ഞു കേട്ടു, ഇപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ചുള്ള നാളെ കുറേ പരിപാടികൾ വയലാറിൽ നടക്കുന്നു എന്ന് പറഞ്ഞു. വളരെ സന്തോഷമാണ്. അത് വയലാറിൽ മാത്രമല്ല, മലയാളികൾ എവിടെയുണ്ടോ അത് മുഴുവൻ അവരിന്നിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെയും ആഘോഷിക്കപ്പെടും. കാര്യം നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരെ ഒരു വരി പോലും മൂളാതെ ഇരിക്കാൻ ഇപ്പോഴും പറ്റത്തില്ല. നമ്മളറിയാതെ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ബാത്റൂം സിംഗേഴ്സൊക്കെ ആണെങ്കിൽ അപ്പോഴും വയലാറിൻ്റെ പാട്ടുകളെ പാടാനായിട്ടുള്ള നമ്മൾക്കുള്ള മനസ്സിലേക്ക് പോവുള്ളൂ. അതായിരുന്നു വയലാർ. അപ്പോൾ ഏതായാലും ഈ നമുക്ക് ഇനിയും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് അറിയാനുണ്ട്. മാറ്റിനി ഫ്രീ വെബിനാറൊക്കെ എപ്പോഴും ചെയ്യുന്നതാണ്. പാട്ടുകളിലൂടെ പ്രത്യേകിച്ചും ഇന്നത്തെ ഈ എപ്പിസോഡുകളൊക്കെയും പാടുകയും അതിലൂടെ മഹാരഥന്മാരായ സംഗീതജ്ഞരെയൊക്കെ ഓർക്കുകയും അറിയുകയും അതെല്ലാവരും കൂടെ നമ്മൾ ഷെയർ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ചും മാറ്റിനി ഫ്രീ വെബിനാറിൽ
വയലാറിനെക്കുറിച്ച് ഓർക്കാൻ ഇന്ന് നമ്മൾ ഈ കണ്ടെത്തിയ സമയം അതിമനോഹരമാണ്. അദ്ദേഹത്തെ ഓർക്കാനും അദ്ദേഹം എഴുതിയ 1300 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടെ ഒന്നും പോലും നമുക്ക് എത്തി നോക്കാൻ പോലും പറ്റത്തില്ല ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. അദ്ദേഹം എഴുതിയ ഈ പറഞ്ഞ പോലെ രത്നങ്ങളായ കുറച്ച് പാട്ടുകൾ കൂടെ സാബു സാറ് ലിസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടി ഒരു ചെറിയ യാത്ര നമ്മൾ ഇന്ന് മാത്രമേ നടത്തുന്നുള്ളൂ. വയലാർ എന്ന ഈ കവിയെ എന്നും ഓർക്കാനും അദ്ദേഹത്തിൻ്റെ കവിത ശരിക്കും പറഞ്ഞാൽ ഇത് മലയാള സിനിമ ഈ സിനിമയിലെ ഗാനങ്ങൾ എഴുതുന്ന വരികളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വരികളെന്നും കവിതകൾ തന്നെയായിരുന്നു. ആ കവിതകൾക്ക് അർത്ഥം കണ്ടെത്തി അതിന് സംഗീതം കൊടുത്ത് അത് സിനിമയിലൂടെ കണ്ട് യേശുദാസ് പാടി കേട്ടത് ആണ് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കാതുകളിലും ഇപ്പോഴും നിൽക്കുന്നത്. വെറും കവിതകാരനായിട്ട് മാത്രമല്ല അത്. അപ്പോൾ അത് ഇന്നും നിലനിൽക്കും. നമുക്ക് അതുകൊണ്ട് ഈ സായം സന്ധ്യയിൽ നമുക്ക് അദ്ദേഹം രചിച്ച അല്ല അദ്ദേഹത്തിൽ കൂടെ ഉണ്ടായ കവിതകളിൽ കൂടെയുള്ളൊരു യാത്ര മാത്രമാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. ഈ ഗാനങ്ങളൊക്കെ വളരെ കുറച്ച് ഗാനങ്ങളെ സാബു സാറ് സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ സാബു സാറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സായം സന്ധ്യയിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർത്ത് വയലാറിനെ ഓർക്കുകയും മലയാള കവിതയെ മലയാള സംഗീത വിഭാഗത്തെ നമ്മൾ ഓർക്കുകയും ആണ് ഈ സന്ധ്യയിൽ. എല്ലാവർക്കും ഈ സന്ധ്യയിലേക്ക് വയലാറിനെ ഓർക്കാൻ കിട്ടിയ ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അദ്ദേഹത്തിൻ്റെ കുറച്ച് വരികൾ മാത്രം ഓർക്കാം. താങ്ക് യു സാബു സാർ. ഓവർ ടു യു. താങ്ക് യു സാർ. വളരെ സന്തോഷം. എത്ര മനോഹരമായ വരികൾ അല്ലേ. ഏത് കാലത്തും പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷത്തിൽ പോലും എത്ര സത്യമാണ്. പത്രവാർത്തകളും വീഡിയോയിലെ അല്ലെങ്കിൽ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ ഇത് ഒരുപക്ഷെ വയലാറിന് ഏറ്റവും പ്രസിദ്ധമായ ഒരു പാട്ടും അതുപോലെ തന്നെ സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയ ഒരു ഗാനം കൂടിയാണ്. മനോഹരമായ രചന. ആരാണ് ഇതൊന്ന് തുടങ്ങുന്നത്? മനോജ് സാർ തന്നെ തുടങ്ങും. ശരി സാർ. നമ്മൾ ഈ പാട്ടിൽ കൂടി ഈ വരികൾ കൂടി പോയാൽ തന്നെ എന്താണ് വയലാർ ആ കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. മതങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഈ വരികളിലെല്ലാം മതങ്ങളും ദൈവങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. അപ്പോൾ ഇതിൻ്റെ അനുപല്ലവി അടുത്ത ആൾക്ക് പാടുക. സത്യമേവിടെ, സൗന്ദര്യമേവിടെ, സ്വാതന്ത്ര്യമേവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ, 1000 യുഗങ്ങൾ ഒരിക്കൽ വരാറുൾ അവതാരങ്ങളെവിടെ, മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഓക്കെ, ഷിലാമം ജോസഫ് ആരെങ്കിലും പഠിക്കും. ഹിന്ദുവായി മുസൽമാനായി
ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി. ലോകം ഭ്രാന്താലയമായി. ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. താങ്ക് യു സർ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി നമ്മെ കണ്ടാലറിയാതായി. ലോകം ഭ്രാന്താലയമായി. ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ? നമ്മുടെ രക്തബന്ധങ്ങളെവിടെ? നിത്യസ്നേഹങ്ങളെവിടെ? ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ളോ രവതാരങ്ങളെവിടെ? മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. സാർ ഒന്ന് പാടി നോക്കട്ടെ. ഒരു മിനിറ്റ്, ജോസഫ് സാർ, അൽകുമാർ സാർ ഒന്ന് പാടിക്കോട്ടെ, എന്നിട്ട് ഒന്ന് കേട്ടോ. ജോസഫ് സാർ, എല്ലാവരും പാടാം, എല്ലാവർക്കും പാടാം, സമയമുണ്ട്. ജോസഫ് സാർ. ഓക്കെ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി
നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി ആയിരം മാനവ ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. അടുത്തത് ആരെങ്കിലും പാടിക്കുന്നു. അനിൽകുമാർ സാറോട് പാടും. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ? 1000 യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ളോ അവതാരങ്ങളെവിടെ? മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവെച്ചു, മനസ്സു പങ്കുവെച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ബാക്കി മറ്റുള്ളവർ പാടി. ആദ്യമ പഠിക്കും. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി 1000 മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. താങ്ക് യു സാർ. ഞാൻ പാടത്തെ സാറ്. പഠിക്കൂ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവെച്ചു, മനസ്സു പങ്കുവെച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി 1000 മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. സത്യമെവിടെ,
സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. താങ്ക് യു സർ. ഇന്ദിരാ ദൈവം പാടുന്നുണ്ടോ? അന്മ്യൂട്ട് ചെയ്യണം. പാടിക്കോട്ടെ. പാടിക്കും. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി, ലോകം ഭ്രാന്താലയമായി, ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധപുരമായി. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു, സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ, ആയിരമായിരം യുഗങ്ങളിലൊരിക്കൽ അവതാരങ്ങളിവിടെ, മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഞാൻ പിന്നെ ചേർത്തലയിലാണ് സാറേ എൻ്റെ വീട്. വയലാർ രാമവർമ്മയുടെ വീടിന്റെ ആഘോഷങ്ങളുണ്ടോ? ആഘോഷങ്ങളുണ്ട് സാറേ. അവിടെ വൈകിട്ട് പരിപാടികളൊക്കെ ഉണ്ടാകും. ഓക്കെ ശരി. ജോർജ് സാറേ. താങ്ക് യു സർ. ഞാനിങ്ങനെ ഊഴം കാത്തിരിക്കുക. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു,
താങ്ക് യു സർ. ഓവർ. ഓക്കെ, ഇനി ആരാളെ അഡ്മിറ്റ് ചെയ്യൂ. ആർക്കെങ്കിലും പാടണമെന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യൂ കേട്ടോ. ബീന മാം, ദീപ മാം, യെസ് സർ, യെസ് സർ. പാടും. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ, ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ള ഒരവതാരങ്ങളെവിടെ, മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവെച്ചു, മനസ്സു പങ്കുവെച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. താങ്ക് യു സർ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവെച്ചു, മനസ്സു പങ്കുവെച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി, ലോകം ഭ്രാന്താലയമായി, ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി, ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ തിരിക്കുന്നു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവെച്ചു, മനസ്സു പങ്കുവെച്ചു. താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും പാടാനുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യൂ കേട്ടോ. രാജു സാർ. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ, ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ളൂ അവതാരങ്ങളെവിടെ, മനുഷ്യൻ തെരുവിൽ ഇരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവെച്ചു, മനസ്സു പങ്കുവെച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. താങ്ക് യു സർ. ഓക്കെ, നീ വേറെ ആരെങ്കിലും? നമുക്ക് അടുത്ത പാട്ടിൽ പോകാം. വേറെ ആരെങ്കിലും പാടുന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാട്ടിൽ പോകാം. ഈ പാട്ടും വളരെ മനോഹരമായ ഒരു പാട്ടാണ്.
ആരാണ് ആദ്യം പാടുന്നത്? ഷീലമാം ഒന്ന് പാടിക്കൂ, അല്ലെങ്കിൽ അനിൽകുമാർ സാർ പാടിക്കൂ. സാറേ പാട്ട് മാറിയിട്ടില്ല. പാട്ട് മാറിയില്ലേ? ഇല്ല ഇല്ല മാറിയില്ല? ഇല്ലില്ല. സാർ പാട്ട് മാറിയില്ല. ഓക്കെ ഓക്കെ, മാറ്റാം. പാട്ട് മാറിയില്ല. ഇപ്പം മാറിയോ? Yes, yes. ചന്ദ്രകളവം. ആ മാറി. സാബു സാറേ, അതുപോലെ തന്നെ അതിന്റെ ഫോണ്ട് സൈസ് ഇച്ചിരി ഒന്ന് ഇൻക്രീസ് ചെയ്യാമോ സാറേ? ഇപ്പൊ 67% കുറച്ചുകൂടെ ഒന്ന് വലുതാക്കിയാൽ നമുക്ക് ആ വരികൾ കൂടെ കുറച്ചുകൂടെ ക്ലിയർ ആയേനെ. ഇപ്പം സ്പേസ് മതിയോ? വായിക്കാം. അതെ അതെ. ഇപ്പം ലിറിൽ ക്ലിയർ ആണോ? സ്പേസിങ്. ഇപ്പം ക്ലിയർ ആണോ? വായിക്കാം സാറേ, വായിക്കാം. എങ്കിലും ആ. അതെ. ലിറിക്സ് സ്പേസിങ് കുറവാ. ഞാൻ ഒരു സെക്കൻഡ് ഒന്നുകൂടെ ഒന്ന് മാറ്റാം. അല്ല സാർ, നമ്മുടെ പവർ പോയിന്റിൽ തന്നെ നമ്മൾ ആ ഇതിന്റെ വിസിബിലിറ്റി ഒന്ന് പ്ലസ് ഇച്ചിരി കൂട്ടിയാൽ മതി സാർ, അപ്പൊ കറക്റ്റ് ആയിരിക്കും സാർ. ഏത് നമ്മളത് കൈകൊണ്ട് ഇച്ചിരി വലുതാക്കിയാൽ ഓക്കെ മതി ഓക്കെ, സാറേ. അത് ഇപ്പൊ കാണാലോ? കാണാം. ഇല്ല, അത് വലുതായില്ല സാറേ. സാറേ നമ്മള് തന്നെ നിങ്ങൾക്ക് നമ്മള് തന്നെ മൊബൈലിൽ ഒന്ന് വലുതാക്കാം കേട്ടോ. സാറേ, മൊബൈൽ. പാടുന്നവരെ സാറേ ആ അതുപോലെ പല്ലവിയും അനുപല്ലവി ചരണം അതിലേതെങ്കിലും ഓരോരാൾ പാടിയാൽ മതി, കുറേ സമയം പോകുന്നു. ആ ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിർത്തും, അല്ലെങ്കിൽ നമ്മൾ 2 പാട്ടിലൊക്കെ നിന്ന് പോകും സമയം. ഓക്കെ, ആരെ പാടുന്ന ആദ്യം? ഷീലമാം പാടിക്കും. ആരെങ്കിലും പാടുന്നുണ്ടോ? പാടിക്കോട്ടെ. ഷീലമാം പാടിക്കൂ. ഞാൻ പാടാൻ വേണമെങ്കിൽ. മിനു പാടൂ. മിനു കഴിഞ്ഞ പാട്ട് പാടിയില്ല. എന്നാ പാടും മിനിമം. ഓക്കെ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂക്കൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂക്കൊഴിയും തീരം. ബാക്കി ആരെങ്കിലും പാടാല്ലേ? ചരണോ അതൊക്കെ? ഹലോ. ഷീലമാം പാടിക്കും. ഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ? പുഷ്പങ്ങളുണ്ടോ? സ്വർണ്ണമരാളങ്ങളുണ്ടോ? വസുന്ധരേ വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഓക്കെ സർ, ഞാൻ പാടാം. പാട്ടെ. അനിൽകുമാർ സാർ പാടിക്കും. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര
തീയത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ അങ്ങനെ പാടാൻ പറ്റിയില്ല സാറേ. കൂടി ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം. സാർ, ഈ നിത്യഹരിതയ ഭൂമിയല്ലാതെ മാനസ സരസുകളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ, വസുന്ധരേ വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ, ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. ഓക്കെ, ഞാൻ പാടിയാൽ കേട്ടില്ലേ സാറേ? ആ പഠിക്കും. ഈ വന്ന സുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ, ഈ വന്ന സുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ, സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ, വസുന്ധരേ വസുന്ധരേ കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ട്, ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. താങ്ക് യു സർ. ഞാനുണ്ട് ഒരു ഓക്കെ, പാടട്ടെ ഇനി ആരാ സാറേ? വരുന്നത്? ബീനമാം. ഞാനൊന്ന് പാടാം. ഉം. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ, വസുന്ധരേ വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ, ആഹാ ആഹാ ആഹാ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. താങ്ക് യു സർ. റോയ് സാറ് പാടുന്നില്ലേ?
റോയ് സാർ, അതുപോലെ തന്നെ ഇപ്പം ആരാ പറഞ്ഞിരുന്നത്? എല്ലാരും റോയ് സാർ വരും. റോയ് സാർ വരും. റോയ് സാർ പാടിക്കോ, അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി? ഇനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി? ഇനിയൊരു ജന്മം കൂടി. താങ്ക് യു. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ? വസുന്ധരേ വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി? ഒരു ജന്മം കൂടി. Thank you. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും പാടുന്നോ? ഞാൻ ഓമന പാടാം മാം. രണ്ടുപേരും. ഓമന മാം പഠിക്കും. ശ്രീമാരി മാമാണോ? അതെ, ഞാൻ പാടും. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി? എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി? ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ? വസുന്ധരേ വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. താങ്ക് യു സർ. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഓമന മാം പാടൂ. ഓമന മാം.
അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്യില്ല. അൺമ്യൂട്ട് ആയില്ല. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്ര പൊഴിയും തീരം ഈ മനോഹര തരുമോ ഈയൊരു ജന്മം കൂടി ചന്ദ്രകളഭം ധനുസിൽ തൂവൽ പൊഴിയും നീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനി ജന്മം കൂടി ഹരിതയാം ഭൂമി ാതെ മാനസ സരസകളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, നവരാളങ്ങളുണ്ടോ, വസുന്ധരേ സുന്ദരേ. ജോർജ് സാർ, അൺമ്യൂട്ട് ചെയ്യണം. ജോർജ് സാർ അൺമ്യൂട്ട് ചെയ്യണം. താങ്ക് യു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തുവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? നമുക്ക് സമയമായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. വേറെ ആർക്കെങ്കിലും കൂടെ പാടാനുണ്ടെങ്കിൽ പാടൂ. ആരെങ്കിലും? എനിബഡി എൽസ്? ജോസഫ് ജോൺ സാറ് വന്നിരുന്നു പാടാൻ. വേറെ അടുത്ത പാട്ട് ഏതാ? ഇനിയിപ്പോൾ നമ്മൾ പോയാൽ ഒത്തിരി സമയമാകത്തില്ല സാർ. ഇപ്പം തന്നെ 2:15 ഓക്കെ, അതുകൊണ്ടാകും നിർത്താൻ നമുക്ക്. അടുത്ത ആഴ്ച നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഞാനെന്നാ 4 വരി ഒന്ന് പാടാം. ആ, ഓക്കെ. ഈ വർണ്ണസുരഭിയ ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? ഈ വർണ്ണസുരഭിയ ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ? വസുന്ധരേ വസുന്ധരേ, കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ? ആഹാ ആഹാ ആഹാ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം
ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. താങ്ക് യു. മനോജ് സാർ. സബു സാറേ, എനിക്ക് പറയാനുള്ള ഇത്രമാത്രമാണ്. വയലാർ കവിതകളെക്കുറിച്ചോ ഗാനങ്ങളെക്കുറിച്ചോ നമ്മളൊക്കെ പറയാൻ ശരിക്കും പറഞ്ഞാൽ ഒട്ടും എന്താണ് അതിനെക്കുറിച്ച് എന്താ പറയാന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഗാനങ്ങളെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനാണ് നമുക്ക് ഏറ്റവും വലിയൊരു സുഖം. അദ്ദേഹം എഴുതിയ ഈ ഗാനങ്ങളെല്ലാം കേട്ട് മൂളാൻ അല്ലേ? കേട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മൂളാൻ. യെസ് അതെ. അപ്പോൾ അതിനൊക്കെ കാലം നമ്മളെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച ആ കാലത്തിനോടാണ് നമ്മൾ നന്ദി പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴും അദ്ദേഹം മരിച്ചിട്ട് 50 വർഷത്തിന് മേലെയായി അദ്ദേഹം മരിച്ചിട്ട് പോലും. അപ്പോൾ ആ കാലഘട്ടത്തിനോട് മാത്രമാണ് ഈ ഒരു നന്ദി, ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാവം പറയാനുള്ളത്. അതുപോലെ ഇന്ന് നോക്കിയാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മുഴുവൻ പ്രണയം, വിരഹം, ഉത്സവം, വിപ്ലവ കവിതകളൊക്കെ അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്, തത്വചിന്തകളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊരു ഒപ്പം തന്നെ ഭക്തി ഗാനങ്ങൾ, എത്രയോ സിനിമാ ഗാനങ്ങൾ, അത്രയും ഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. വയലാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം എഴുതിയ മലയാള സിനിമയിൽ തന്നെ എഴുതിയിട്ടുള്ള ഭക്തിഗാനങ്ങളുടെ എണ്ണം എത്രയോ ആണ്. അപ്പോൾ വയലാറിൻ്റെ മുന്നിൽ വഴങ്ങാത്തതായി ഒന്നും ഉണ്ടായിരുന്നില്ല സാബു സാറേ, അതാണ് സത്യം. അതിൽ കൂടിയാണ് മലയാള സിനിമയിൽ കൂടി നമ്മൾ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗാനങ്ങളെല്ലാം വയലാറിലൂടെ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സബു സാർ പറഞ്ഞ പോലെ അടുത്ത ആഴ്ചയും പറഞ്ഞാലും തീരാത്ത മാത്രം കാര്യങ്ങൾ വയലാറിനെക്കുറിച്ച് പറയാനുണ്ടാവും, ഓർക്കാനുണ്ടാവും മലയാളികൾക്ക്. അപ്പോൾ അദ്ദേഹം ഇന്നും നമ്മളോടൊക്കെ ജീവിക്കുന്നത് ഈ ഗാനങ്ങളിലൂടെയാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു സായം സന്ധ്യയിലൂടെ പ്രിയപ്പെട്ട വയലാറിനെ നമുക്കൊക്കെ ഓർക്കാനും അദ്ദേഹത്തിൻ്റെ വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രം പാടാനും ഒക്കെ കിട്ടിയ ഈ അവസരം വലിയൊരു അവസരമായി തന്നെ കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് സാബു സാറിനോട് ഇങ്ങനെ ഒരു സബ്ജക്റ്റൊക്കെ തിരഞ്ഞെടുക്കാനും. ഒരു ദിവസം മുന്നെയാണ് ഇന്ന് ഒക്ടോബർ 26 ആയുള്ളൂ. ഒക്ടോബർ 27-ാം തീയതിയാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ സ്മരണ ദിനം. അതിനെക്കുറിച്ചുള്ള വലിയ ആലപ്പുഴയിലൊക്കെ ഇപ്പോൾ നേരത്തെ നമ്മുടെ ഷീലാമേഡം ഒക്കെ പറഞ്ഞു, ആലപ്പുഴയിലും ഒക്കെ അനേകം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ലോകം മലയാളികളുള്ളിടത്തെല്ലാം ഒരു പക്ഷേ ഇതൊക്കെ ഓർക്കുക, സാംസ്കാരിക സംഘടനകളൊക്കെയും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാനും ഒക്കെയുള്ള പരിപാടികൾ നടത്തുന്നതും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുന്നുണ്ട്. താങ്ക് യു സാർ. ഓവർ ടു യു. അടുത്ത ആഴ്ച നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം, കാരണം ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. സാറേ, അതിനുള്ള ദിവസം കൂടെ നമുക്ക്. പിന്നെ വയലാറ് വിപ്ലവ കവിയും ആയിരുന്നു സാറേ. യെസ്, തീർച്ചയായിട്ടും അതിൻ്റെ അകത്തുള്ള അതായത് പാട്ടുകൾ. 1957 EMS മന്ത്രിസഭയുടെ കാലത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനാണ് അവതരിപ്പിച്ച മറ്റേ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്ന നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. അത് ആ സമയത്ത് പാടിയതാണ്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ആഴ്ച 2-3 ആഴ്ചകൾ പാടാനുള്ളത് അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട് സാറേ. കാരണം എടുത്താലും തീരാൻ പോലും പറ്റത്തില്ല. പ്രത്യേകിച്ച് എല്ലാവർക്കും തന്നെ ഈ പാട്ടുകൾ അറിയാവുന്നതുകൊണ്ട് 2 വരി പാടണമെന്ന് തോന്നിപ്പോവും. 2 വരി പാടാൻ തുടങ്ങി എല്ലാം പാടണമെന്ന് തോന്നും. അത് ഒരു പിന്നെ പല്ലവി, അനുപല്ലവി അല്ലെങ്കിൽ ചരണം ഒരാള് പാടിയാൽ മതി. നമ്മളെ അവരുടെ ഇഷ്ടമനുസരിച്ച് പാടിക്കോട്ടെ. ഇതൊരു എന്താ പറയുന്നത് ഒരു ട്രിബ്യൂട്ട് അല്ലേ? പാട്ടിന്റെ എണ്ണം കുറയുന്നേ ഉള്ളൂ. എല്ലാവരും പാടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ, അത് അവരവരുടെ സന്തോഷത്തിൽ പാടിക്കോട്ടെ. നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാ ഞാനത് മിണ്ടാത്തെ. അത് തന്നെ സാറേ, പാടണമെന്ന് തോന്നുമ്പോ പാടട്ടെ. പ്രത്യേകിച്ച് ശ്രീമാരി പാടണമെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ വേണ്ടെന്ന് പറയുന്നത് എങ്ങനെയാ? കാരണം നമ്മള് പാടിയല്ലേ ട്രിബ്യൂട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, ഒരു പാട്ടോ 2 പാട്ടോ ഒക്കെ ആയാലും കുഴപ്പമില്ല. ഈ 4 വരി ഞാനും കൂടെ പാടി നിർത്തിയേക്കാം. ഓക്കെ, വേറെ ആരും പാടുന്നില്ലല്ലോ? ഇനി ആർക്കെങ്കിലും പാടണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, അൺമ്യൂട്ട് ചെയ്യൂ. ജ്യോതികുമാർ സാറൊന്നും പാടിയില്ല, ഇവിടെ ഉണ്ടല്ലോ. എവിടെ പോയി? ജ്യോതികുമാർ സാറുണ്ട്. ഹരി അല്ല, സാബു സാറിൽ കൂടെ തന്നെ ആയിക്കോട്ടെ സാർ ഈ വരികൾ. ആരെങ്കിലും പാടുന്നുണ്ടെങ്കിൽ പാടിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അല്ല, ഞാനെന്തായാലും പാടും, ഞാൻ പാടാതെ നിർത്തത്തില്ല. ഞങ്ങള് കേക്ക്
ഓക്കെ, അപ്പൊ അവസാനത്തെ കുറച്ച് വരികൾ ഞാൻ പാടാം. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ? പുഷ്പങ്ങളുണ്ടോ? സ്വർണ്ണാരാളങ്ങളുണ്ടോ? വസുന്ധരേ, വസുന്ധരേ, കൊതിയാകും മതിയാവും വരെ ഇവിടെ ജീവിച്ചു. മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി? എനിക്കിനിയൊരു ജന്മം കൂടി. നമ്മുടെ ഒരു MLA ഉണ്ടല്ലോ, മരിച്ച ഒരു MLA-യുടെ അല്ലേ ആ പാട്ടുകൾ എത്ര അന്വർത്ഥമായി ആ സമയം മുഴുവൻ. ആരായിരുന്നത്? PT പി തോമസ്. ടി തോമസ്. അതെ, എറണാകുളത്തെ തോമസ് തോമസ് സാർ അല്ലേ? അതെ അതെ അതെ, യെസ് PT അതന്നെ, തോമസ് അല്ലേ? PT തോമസ്. കറക്റ്റ്, യെസ്. പി ടി അതെ, തോമസ് സാർ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്ന് അങ്ങനെയാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ്, തീർച്ചയായിട്ടും വളരെ സന്തോഷം. അടുത്ത ജ്യോതികുമാർ സാർ പാടുന്നോ? അൺവേട്ടി കേൾക്കുന്നില്ല. അല്ലല്ല, അത് വേണ്ട. ഞാനേ സാറേ, പാടു പാടു. എനിക്ക് സ്വല്പം ഒന്ന് പുറത്തു പോകേണ്ടി വന്നതുകൊണ്ടാണ്. ഒരു 2 ലൈൻ വേണേ പാടാം. ഏതായാലും സാറ് ആ താല്പര്യത്തിലെ മാനിച്ചുകൊണ്ട് ഞാൻ 2 വരി പാടട്ടെ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി? എനിക്കിനിയൊരു ജന്മം കൂടി. അത് തരില്ല, ഓക്കെ ഒറ്റ സാർ. ജന്മേ തരുള്ളൂ കേട്ടോ. ഉള്ള അതന്നെ. സന്തോഷത്തോടെ ഓ, തകർത്തോണം. ലോകത്ത് അത് സാറേ, അതുപോലെയല്ലേ ബലികുടീരങ്ങൾ. ഹാ, അതൊക്കെ എന്ന് പറഞ്ഞാല് അത് ആ ബലികുടീരങ്ങളിലെ പാട്ട് നമ്മളൊരു കല്ലറയുടെ മുമ്പ് കൊണ്ടുവെക്കുകയാണെങ്കിൽ, ഒരു 50, 60, 70 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട കല്ലറയുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ ആ ബലികുടീരങ്ങൾ പാടിയാൽ ആ കല്ലറയിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് വരും. അത്രയ്ക്ക് ശക്തമല്ലേ അത്? എന്താ ഇല്ലേ മനോജ് സാർ? ഹാ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ആ വിപ്ലവ കവിതകൾ, വിപ്ലവങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളതും വയലാർ പിന്നെ തന്നെയാണ്. ആ, തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ജ്യോതികുമാർ സാറേ, പ്രളയ പയോധിയിൽ ഉറങ്ങി ആ, ഉണർന്നൊരു അതെ അതെ. പ്രഭായൂഖമേ ഓ, കാലം, കറക്റ്റ് ഇനി എത്ര കറക്റ്റ്. വസന്തങ്ങൾ കൊഴിഞ്ഞാലും ഈ അത് സൗരഭ്യം തന്നെ. ആ, എനിക്ക് മാത്രം. എനിക്ക് മാത്രം. അങ്ങനെയാണ് കവിത. കണ്ടോ? അതെ, ശരി. അത് എല്ലാവർക്കും വേണ്ടിയാണ് വല്ലാത്ത അദ്ദേഹം എഴുതിയത്. അതെ പിന്നെന്താ? അതെ സാറേ അതെ. സാറേ റംസാനിലെ ചന്ദ്രികയോ എല്ലാം തന്നെയാണ് സാറേ ഈ ഡൗട്ട് അതും അദ്ദേഹത്തിന്റെയാണ്. അതെ, അല്ലെ? യെസ്. അതെ അതാണ്. പക്ഷെ അതുപോലെ നമ്മള് സാറിപ്പം മനോജ് സാറും അതുപോലെ തന്നെ നമ്മളെ ജോസഫ് സാറും പറഞ്ഞു, ആ അച്ഛന് ആത്മാവിലെ ചിത എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇതുണ്ട് ഇല്ലേ? ആത്മാവിലെ ചിത എന്ന് പറഞ്ഞൊരു കവിതയില്ലേ? യെസ്. അതെ അച്ഛനുറങ്ങി കിടക്കുന്നു 4 വയസ്സാണ്. 4 വയസ്സാണ് അന്ന്. അച്ഛനുറങ്ങി കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും അന്ന് നിശബ്ദമായി. നിശബ്ദത എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദമില്ലായ്മയാ. നിശബ്ദത പോലും അന്ന് നിശബ്ദമായി. ഹൗ, അതിന്റെ ഒരു കനം വെച്ചു കൊടുത്തുണ്ട് അവിടെ. നിശബ്ദത പോലും അന്ന് നിശബ്ദമായി. വന്നവർ 4 കെട്ടിൽ തങ്ങി നിന്നുപോയി ജ്ഞാന നിഴലുകൾ മാതിരി. ആ നിഴലായിപ്പോയി വന്നവരൊക്കെ. കാരണം ആർക്കും താങ്ങാൻ പറ്റാവുന്നതല്ല ആ മരണം. അതാണ് കാരണം. 4 വയസ്സാ. അന്നെനിക്കൊട്ടും മനസ്സുഖമില്ല, എന്റെ ചന്ദനപ്പമ്പരം തേടി നടന്നു ഞാൻ.
അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ മകൻ ചന്ദ്രപ്പമ്പരത്തിനാ ഓടുന്നത്. ഇൻ ദ സെൻസ്, അപ്പോ ഇച്ചിരി കൂടി വളർന്ന ഞാൻ ആ രംഗം ഇന്നും ഓർക്കുമ്പോൾ എന്താ ഇത്തിരി കൂടി വളർന്ന ഞാൻ ആ രംഗം ഇന്നും ഓർക്കുമ്പോൾ നടുങ്ങുന്നു മാനസം. ഹാ, നോക്കൂ, ഇച്ചിരി കൂടി വളർന്നു പറഞ്ഞാൽ വലുതായിട്ട് എഴുതിയിട്ടുള്ളത്, എങ്കിലും അതിന്റെ ആ ഒരുമയും അതുപോലെ ആ രംഗം ഒരു മരണവീടിന്റെ കത്തുന്നു കാറ്റിന്റെ കാണാത്ത കൈകളിൽ എത്തിപ്പിടിക്കുവാൻ നിലവിളക്കിൻ തിരി. നമ്മളെല്ലാം നിലവിളക്ക് കത്തുന്നത് കാണാറുണ്ട്, കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ മേലോട്ട് മേലോട്ട് ഉയരുന്നതും കാണാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാവന കണ്ടോ, എത്തിപ്പിടിക്കുവാൻ. നോക്കൂ, ആ എന്തൊരു ആ രംഗം, ആ രംഗം മുഴുവൻ നമ്മൾ വായിക്കുകയാണെങ്കിൽ കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞു കരഞ്ഞു ഓരോന്ന് ചൊല്ലി കരഞ്ഞതോർക്കുന്നു ഞാൻ. ഇങ്ങനെ ധാരാളം ഉണ്ടത്, ഞാൻ പറയാണ്. അതൊക്കെ അദ്ദേഹത്തിന് തന്നെ സാധിക്കുള്ളൂ, ഒരു മരണ വീടിനെ ഇത്ര ഭംഗിയായി അവതരിപ്പിച്ചത്. അപ്പൊ അവസാനം അമ്മ പറയുന്നുണ്ട്, മോനെ നിന്റെ അച്ഛൻ മരിച്ചുപോയി, ഇനി നമുക്ക് നമ്മളേ ഉള്ളൂ. എന്താ പറയില്ല. അച്ഛൻ എന്താ ഉണരാത്തത്, ഉമ്മ തരാത്തത് എന്നെല്ലാം ചോദിക്കുന്നുണ്ടല്ലോ. ആ ഉമ്മ തരാത്തത്, പച്ചില പ്ലാവിന്റെ തൊപ്പി വെച്ചിട്ട് അച്ഛന്റെ എന്താ പറയാ കൺപി നിർത്തൂ. അപ്പോ വേറൊരാൾ വന്ന് എടുത്ത് തോളിലിട്ട് കൊണ്ടുപോയി. എനിക്കത് ഫുൾ ഓർമ്മയില്ല, എങ്കിലും ഞാൻ പണ്ട് പഠിച്ചതിന്റെ ഒരു ഫലത്തിൽ പറയാണ്. അത്ര ഗംഭീരായിരുന്നു. കണ്ണീർ അയാളിലും കണ്ടു ഞാൻ. അവിടെയാണ്. അല്ല, അതാണല്ലോ സാറേ, അദ്ദേഹം മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കവിതകൾക്ക് മരണമില്ല എന്നാണല്ലോ ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മരണമില്ല എന്ന് പറഞ്ഞ്. വയലാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്. അദ്ദേഹത്തിന്റെ കവിതകൾ ഒരുപക്ഷെ അതുപോലെ സാറേ, ഈ ശൃംഗാര ഭാവങ്ങൾ അതുപോലെ പറയാൻ അദ്ദേഹത്തിനെ പോലെ ആരാ ഉള്ളത്? എന്താ ഓരോ വരികൾ, ശൃംഗാര ഭാവങ്ങൾ, പ്രണയത്തിന്റെയും സെക്സിനെയൊക്കെ പറ്റിയിട്ട് വളരെ ഗംഭീരമായിട്ടല്ലേ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ വിരഹം, അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ വിരഹത്തിനെ കുറിച്ചുള്ള വരികൾ എഴുതിയത് മുഴുവൻ ഇപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുകയാണ്. അത്രമാത്രം ഡെപ്തുള്ള വരികളായിരുന്നു. അതുപോലെ പ്രണയം എല്ലാം സാറേ അനുഭവങ്ങളിലൂടെ കിട്ടിയ വാക്കുകളിലൂടെയാണ് അദ്ദേഹം കവിത എഴുതിയിരിക്കുന്നത്, അനുഭവിച്ചിട്ടാണ്. ഇല്ല, തീർച്ചയായിട്ടും. അല്ല, അതോടൊപ്പം തന്നെ ശീലമ, ഞാൻ പറഞ്ഞ ഭക്തിപരമായിട്ടുള്ള എത്രയോ ഗാനങ്ങൾ അദ്ദേഹം സിനിമയ്ക്ക് കൊണ്ടിൽ എഴുതിയത്. ഒരിക്കൽ പോലും ശബരിമലയിൽ പോകാത്ത വയലാർ അയ്യപ്പനെ കുറിച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് സത്യം. ഏറ്റവും നല്ല പാട്ട്, ഏറ്റവും നല്ല ശബരിമലയിൽ തങ്ക സൂര്യോദയം. അതെ, അതാണ് കറക്റ്റ്. ശീലമാൻ പറഞ്ഞാണ്, ശബരിമലയിൽ ഒരിക്കലും പോകാത്ത ആള് അദ്ദേഹത്തിന്റെ തത്വചിന്തകൾക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അതിനേക്കാളും ഭംഗിയൊരു അയ്യപ്പനെ കുറിച്ചുള്ള ഒരു പാട്ട് പോലും ഇതുവരെയും വന്നിട്ടില്ല. അതായിരുന്നു വയലാർ. അപ്പോൾ അതുകൊണ്ട് ജ്യോതികുമാർ സാറേ, അദ്ദേഹം മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കവിതകൾക്ക് മരണമില്ല എന്നാണ്. കവിതകൾ മാത്രമല്ല സാറേ, അദ്ദേഹത്തിന്റെ സദസ്സ്, അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കുന്ന ഒരു സദസ്സും നമുക്ക് പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ അനുഭവപ്പെടും. അതാണ് ഈ എല്ലാവരും അദ്ദേഹത്തിന്റെ സ്മൃതി ദിവസമൊക്കെ ആ വയലാറിലെ ആ വീടിന്റെ ആ പ്രദേശം മൊത്തം ആളാ. അതിന്റെ കൂടെ തുലാപ്പത്തും കൂടെ ആണല്ലോ. വയലാറിൽ വരുന്ന കംപ്ലീറ്റ് ആൾക്കാർ അവിടെ വരും. വന്നിട്ട് ഞങ്ങളെല്ലാം എത്രയോ വർഷങ്ങളായിട്ട് രാവിലെ തന്നെ അവിടെ എത്തിയിട്ട് ഞങ്ങളെല്ലാം അത് ആസ്വദിച്ച് വൈകുന്നേരം 6 മണിയോട് കൂടിയൊക്കെയാണ് അത് തീരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ പിരിയാറ്. അത്രയ്ക്ക് നമുക്ക് ആ ഒരു പിന്നെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു SN വെച്ച് മകൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു പ്രോഗ്രാം ആയിരുന്നു സാറേ. അത് സഹിക്കാൻ പറ്റാത്ത പ്രോഗ്രാം. നമുക്ക് അറിയാത്ത കുറെ അറിവുകൾ വയലാറിനെ കുറിച്ച്. അത് അവിടെ അത് പോകായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയിരുന്നെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ല എന്നും പ്രോഗ്രാമായി ഇപ്പൊ വയലാറിന്റെ ഈ പ്രദേശത്ത്. കാരണം 50 വർഷത്തിന്റെ ആണല്ലോ. മിക്കവാറും ദിവസങ്ങളിൽ പ്രോഗ്രാമാണ്. എത്ര വേഗം മരിച്ചു അതായത് 47 വയസ്സിൽ മരിക്കാന്ന് വെച്ചാൽ അത് നമുക്ക് എത്ര നഷ്ടമാണ്. നമ്മൾക്ക് എപ്പോഴും നമുക്ക് മനസ്സിൽ തോന്നാറില്ല, ചിലര് മരിക്കാൻ പാടില്ല എന്ന് തോന്നുന്ന കുറെ ആളുകളില്ലേ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലേ. ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യം ഈ ലോകം.
സ്വപ്നങ്ങൾ. അപ്പോ കാരണം ഇതൊക്കെ നമ്മൾ പറയാറില്ലേ, ഡ്രീം വേണം. ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പറയില്ലേ പൊതുവെ വലിയ വലിയ ഡ്രീം വേണമെന്നൊക്കെ. ഇത് നോക്കൂ, നിങ്ങൾ ഈ ഭൂമിയിലില്ലേ, പിന്നെ നിശ്ചലൻ തന്നെ. എല്ലാവരുടെയും സ്വപ്നങ്ങൾ ആണല്ലോ പലതും. അതെ എല്ലാ അതെ ഓർമ്മകളും തന്നച്ചങ്ങ് പോയി അല്ലേ? അതെ അത് അല്ല ചിലരൊന്നും ഞാൻ മരിക്കാൻ പാടില്ല എന്ന് ആ പറയുന്ന ഒരു ചിന്തയില്ലേ നമുക്ക് ചിലരെ. അല്ല, അതാണ് യേശുദാസ് അവരുടെ മരിക്കാൻ പാടില്ല. ജീവിതത്തിന്റെ ആ അവര് ജീവിതത്തിൽ എസ് ചെയ്തു പി വെച്ച ജാനകി മരിക്കാൻ കാര്യങ്ങൾ പാടില്ല. അല്ലേ? അതെ, ഒരിക്കലും മരിക്കുന്നില്ല. അതുപോലെ എപ്പോഴും എത്രയോ നമുക്ക് ഓർമ്മിക്കാൻ. എത്രയോ ആളുകൾ പോയി പാവം. എന്ത് ചെയ്യാ, നമുക്കൊരു നഷ്ടം തന്നെയാ. എല്ലാ പക്ഷെ ഒരൊറ്റ പാട്ടിനും ഗുണേ ഉള്ളൂ. അർത്ഥാണ് ഞാൻ ഭയങ്കര. പലപ്പോഴും ഓർക്കാരെന്താണെന്നറിയോ, എന്നാ പറയണ്ടേ, നമ്മൾ പറയില്ലേ, രണ്ടും കണ്ടിട്ടുള്ളവരല്ലോ ഞങ്ങൾ, ഒരു പാട്ടില്ലേ, അതുപോലെ പഴയ ആ ഒരു എന്താ പറയണ്ടത്, 60, 65 മുതൽ ഇതുവരെയുണ്ടായ പല മാറ്റങ്ങളിലും നമുക്കതൊക്കെ ഒന്ന് അനുഭവിക്കാൻ ഒരു യോഗമുണ്ടായി എന്നുള്ളതാണ്. അതൊരു സത്യം. സംഭവം തന്നെ. പറയാം. ആ ഓക്കെ, ഒരു അപ്പോൾ സന്തോഷം അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും വയലാറിന്റെ കാണാം, ഓർമ്മകളിലൂടെ മുന്നോട്ട് വീണ്ടും പോകാം. സോ കണ്ടുമുട്ടാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സാബു സാറിന്റെ സാർ, ആ മനോജ് സാർ, സാബു എല്ലാവർക്കും. സാറിന്റെ ഗുഡ് നൈറ്റ്. സ്ക്രീൻ ഒന്ന് നോക്കിയേ. സാബു സാറിന്റെ സ്ക്രീൻ ഒന്ന് നോക്കിയേ. ചേട്ടനും അനിയനും ഇരിക്കുന്ന പോലല്ലേ? അതെ അതെ ശരി. നോക്കിയ ശ്രദ്ധിച്ചു നോക്കിയാ അറിയാം. അതെ അതെ. ഏതായാലും ഞാനും ജോസഫ് ജോൺ സാർ ശ്രദ്ധിക്കുമായിരുന്നു. പറഞ്ഞ ആ ഒരു പ്രത്യേക ഒരു വിശേഷണത്തോട് സാബു സാർ ഇന്ന് നമ്മുടെ ഇന്നത്തെ ഈ സന്ധ്യ നമുക്ക് അവസാനിപ്പിക്കും. ഏറ്റവും വലിയൊരു അവസാനിപ്പിക്കാം. ഒബ്സർവേഷൻ ആയിരുന്നു. താങ്ക് യു സാർ, അത് ശരി. ഗംഭീരമായിരുന്നു. താങ്ക് യു ഓക്കെ, സാർ, അപ്പോൾ താങ്ക് സി യു യു ജോസഫ് അടുത്ത സാർ. ആഴ്ച വീണ്ടും കാണാം. പാട്ടുകളൊക്കെ ആയിട്ട് വരിക. സി യു. താങ്ക് യു ഗുഡ് സാർ. നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. ബൈ. ബൈ, ഗുഡ് നൈറ്റ്.